ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു പുതിയ സാധനം എനിക്ക് കിട്ടി. എന്താണെന്നല്ലേ, നല്ല ഫ്രഷ് ഞണ്ട് ക്രാബ്. അപ്പം ഞണ്ട് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന. പലപ്പോഴും എന്നോട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഈ ക്രാബ് മസാല ഉണ്ടാക്കുക, അതായത് ഞണ്ട് മസാല ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിത്ര ഈ സാധനം കണ്ടാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും, നമ്മൾ വിചാരിച്ച രീതിയിൽ ഉണ്ടാവുള്ളൂ. അപ്പം നോക്കിക്കോളൂ, ഓരോരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ഇത് മഞ്ഞൾ ഞാനൊരു ടീസ്പൂണിലാണ് കുറച്ച്, അത് കാൽ ടീസ്പൂണല്ല, അര ടീസ്പൂണല്ലാത്ത രീതിയിൽ എടുത്തിരിക്കും. മുളകാണ്, ഈ മുളക് എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ മുളകുണ്ട്, 3/4 ടീസ്പൂൺ മുളകും പിന്നെ അര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി രണ്ടും കൂടി എടുത്തിട്ടാണ്. ഇത് 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചതാണ്. ഇത് 3.5 ടേബിൾ സ്പൂണ് നമ്മുടെ മിക്സ് മസാല എന്ന് പറയുന്നത്, അതായത് വറുത്തമല്ലി. ഈ വറുത്തമല്ലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറഞ്ഞാൽ ഇത് മൾട്ടിപർപ്പസിൽ യൂസ് ചെയ്യുന്നത്, അതായത് വേണമെങ്കിൽ ഇറച്ചിയിൽ ഉപയോഗിക്കുക, അതേസമയം തന്നെ കഴിഞ്ഞാൽ നമുക്കിത് സാമ്പാറിൽ ഉപയോഗിക്കാം. ഇത് ടേസ്റ്റ് എന്ന് പറയും, ഇതിൻ്റെ സ്മെല്ലെന്ന് പറയാം. പിന്നെ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1 കിലോ ഞണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് എന്ന് പറഞ്ഞാൽ 2 വലിയ ഉള്ളിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 3 എണ്ണം അതെടുക്കാം. അതുപോലെ 2 വലിയ തക്കാളിയാണല്ലേ. എല്ലാം ഞാൻ മുറിച്ചിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഇപ്പോൾ ശരിക്കും ഓംലേറ്റ് കണക്കായാലും അതില്ല, ചെറുങ്ങനായിട്ടുള്ള, എന്നാലും അത് പെട്ടെന്ന് വെന്തിട്ട് നമുക്ക് വേറെ കൊഴുപ്പ് കിട്ടും. ഇത് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുണ്ട്, അതിപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചിട്ട് അത് പരന്നുപോയി. ഇതാണ് നമ്മുടെ വിശിഷ്ട അതിഥി. ഞണ്ട് മുറിച്ച് ക്ലീനാക്കിയതാണ്. അങ്ങനെ ഇഞ്ചിയുണ്ട്, ഇഞ്ചി ഇത് കണ്ട വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഉള്ളത് മുളകാണ്, പച്ചമുളക് ഞാൻ മുറിച്ചിരിക്കുന്ന രീതി നോക്കിയോ. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഞാൻ 2 പുളപ്പായിട്ടല്ല വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കട്ടിങ് കണ്ടോ, കട്ടിങ്ങിന് പ്രത്യേകത തന്നെ. കാരണം ഞാനിത് സെൻറ്ററിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലെ വിത്തൊക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. വിത്ത് പുറത്ത് പോകുക ഒന്നുമില്ല. ഈ കറി വേകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ വന്നിട്ട് ആ എരിവ് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ആ കുരുവിനെ കൊണ്ട് കിട്ടുന്ന എരിവ് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ മുളക് മുറിച്ചത്. ഇതുണ്ട്, ഈ പാത്രത്തിൽ തന്നെ ഒരു കുരു പോലും കാണാൻ പറ്റില്ല, നമ്മൾ മുറിച്ചതായിരുന്നു. പിന്നെ ഉള്ളത് ലാസ്റ്റ് നമ്മൾ താളിക്കാൻ വെച്ചിരിക്കുന്ന വറ്റൽമുളക്. പിന്നെ ഈ ബോട്ടിൽ കണ്ടില്ലേ, ചക്കിലാട്ടി വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിനി ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ക്രാബിൻ്റെ മസാല അല്ലെങ്കിൽ ഞണ്ട് മസാല ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇതിൽ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ചൂസ് കറി പൗഡേഴ്സിൻ്റെ ഈ വറുത്ത മല്ലി തന്നെയാണ്, അതായത് മിക്സ് മസാല. ഇതിൽ കുറേ സ്പൈസസൊക്കെ നമ്മൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സാധനം. ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനായിട്ട് പറയുന്നില്ല, ഇത് പലയാളും ഉപയോഗിച്ചിട്ട് പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാം. അല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്തൊന്നുമല്ല. അപ്പം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഓക്കെ. നേരത്തെ പറയാൻ പറ്റുമൊരു കാര്യത്തിൽ ഇതിൽ ഈ മഞ്ഞൾ നമ്മുടെ സാധനം തന്നെയാണ്. ഈ മുളക് എന്ന് പറഞ്ഞാൽ കാശ്മീരി സാധാ മുളക് നമ്മൾ തന്നെ. ഈ കുരുമുളക് നമ്മൾ തന്നെയാണ്. മിക്സ് മസാല ഇതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പം ബാക്കിയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറിക്ക് നമ്മൾ ഉണ്ടാക്കുന്നില്ല, അതൊക്കെ നമ്മൾ പുറത്തുനിന്നാണ്. ഈ കരിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കരിവേപ്പില, അത് നാടൻ കരിവേപ്പില. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഓക്കെ, അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. അപ്പം നമ്മുടെ സവാള ഏകദേശം റെഡിയായി. അപ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് വഴറ്റാനായിട്ട് എടുത്തിരിക്കുക. ഇതൊക്കെ ചേരുമ്പോഴാണ് ഇതിനൊരു കൊഴുപ്പുണ്ടാവുക നല്ലോണം. അപ്പം നല്ലോണം വഴറ്റാൻ മതി. വെളിച്ചെണ്ണ ഇനി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല വെളിച്ചെണ്ണയിൽ തന്നെയാണ്. കാരണം ഇതിനൊരു വെള്ളമുണ്ട്, ഈ പഴുത്ത തക്കലായതുണ്ട്, അത് പെട്ടെന്നാവും. ഓക്കെ, അടുത്തത് നമ്മൾ വെളുത്തുള്ളി ചതച്ചതാണ്. അത് പറഞ്ഞാൽ പിന്നെ അല്ലിയായിട്ടല്ല ഉള്ളത്, നമ്മൾ ചതച്ചതാണ്. അത് ഞാൻ കാണിച്ചിട്ടുണ്ടാണ് എനിക്ക്. കണ്ടോളൂ, ഇതല്ല, ഇത് ചതച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതായിട്ട് യോജിക്കും.
അല്ലെങ്കിൽ നമ്മുടെ കുറേ സമയമെടുക്കും അത് ബന്ധ് ആയിട്ട് വരാൻ. അപ്പോൾ ആ ഒരു ടൈമും ഇതിൽ കൂട്ടി യോജിപ്പിക്കാൻ കിട്ടുന്ന ആ ഒരു ഗുണം അല്ലിയായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചതച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുങ്ങനെ നല്ല പിന്നെ അരിഞ്ഞിട്ടാണ്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാ ഇഞ്ചി ഉണ്ടോന്നില്ല, ഇഞ്ചിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒന്ന് വഴറ്റിയതൊക്കെ നല്ല കറക്റ്റ് ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ ഇടുന്നത് പച്ചമുളകാണ്. ഞാൻ നേരത്തെ പച്ചമുളകിൻ്റെ ഗുണം പറയുന്നത്, ഞാൻ അരിഞ്ഞതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഇതാ. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു ഫുൾ പച്ചമുളകായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയൊരു ഭാഗം മുകളിൽ നിന്ന് താഴെ വിട്ടൊരു വെറും നടുമാത്രം പിന്നെ അരിഞ്ഞാൽ അതിൻ്റെ ഗുണം ഞാൻ പറയുന്നില്ല. അതിൽ കൂടി നല്ല വെള്ളം അകത്തോട്ട് കയറുകയും ചെയ്യും. പിത്തം നമ്മൾ അരിഞ്ഞിട്ടെടുക്കലുണ്ട്, അതെല്ലാം ഇതിനകത്ത് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു എളുപ്പമുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് ഫോമിൽ കിട്ടുന്നുണ്ട്. രണ്ട് കരിവേപ്പില ഇതിനകത്തിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നും ഇതിനോട് മിക്സ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് നമ്മൾ താളിക്കുന്ന സമയത്ത് കരിവേപ്പിലയോട് കൂടിയിട്ട് മുളകിനെ നമ്മൾ ചെയ്ത് താളിക്കണം. അതിന് മുമ്പ് ഞാൻ ഇതിനൊരു ടേസ്റ്റാൻ വേണ്ടിയിട്ടതാണ്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തീന ഒന്ന് ഇതിൻ്റെ ഫ്ലെയിം സ്ലിമ്മിലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന നല്ല പൊടികളാണ്. അപ്പം അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്കാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ആദ്യം മഞ്ഞളാണ് ഞങ്ങൾ ചേർക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. വേണ്ടല്ലേ, മഞ്ഞൾ നമ്മൾ ഇതിൽ പോയി. അടുത്തത് നമ്മളിട്ടിരിക്കുന്നതാണ് മുളകാണ്. മുളക് കാശ്മീരി മുളകും സാധാ മുളക്. ഞാൻ അതിൻ്റെ അളവൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് കുരുമുളകിൻ്റെ പൊടിയാണ്. ഇത് നല്ലതെന്ന് പറഞ്ഞാൽ ഫ്രഷ് നമ്മൾ പൊടിച്ചിട്ടിടുന്നതായിട്ട് നല്ല. ഞാനപ്പോൾ നല്ല നാടൻ കുരുമുളകാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അത് ഡയറക്റ്റ് വാങ്ങിയിട്ട് പൊടിച്ചിട്ട് ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ മസാലയിലും നാടൻ കുരുമുളക് പൊടിയാണ് വാങ്ങാറുള്ളത്. കാരണം നാടൻ കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് നേരിട്ട് കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്, അവിടെ നമ്മൾ നേരിട്ട് പോയി വാങ്ങാം. അത് കൊണ്ടുവന്നില്ല. അല്ലാതെ വീഡിയോ വരുന്ന ഡയറക്റ്റായിട്ട് വരുന്ന സാധനം ഇങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല. അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് കുരുമുളക് പൊടി വാങ്ങാതിരിക്കണം ഏറ്റവും നല്ലത്. നമ്മൾ പൊടിച്ചിട്ടുണ്ടാക്കുക. പിന്നെ നമുക്ക് അത്ര വിശ്വാസമുള്ള നമ്മളിപ്പോഴത്തെ മില്ലുകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. ഓക്കെ, മറ്റെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത് ഒന്ന്. രണ്ടാമെന്ന് പറഞ്ഞാൽ അതിൽ മിക്കവാറും പറഞ്ഞാൽ ഈ കുരുമുളകിൻ്റെ പൊള്ളും അതിൻ്റെ ഈ തണ്ടൊക്കെ കൂട്ടിയിട്ടാണ് പൊടിക്കുക. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുക. പക്ഷേ എങ്കിൽ കുരുമുളകിൻ്റെ ഒരു ക്വാളിറ്റി കാര്യം ഉണ്ടാവില്ല. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വാങ്ങും. ഓക്കെ, വലിയ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ മൂല്യം കൂടി നമുക്ക് കിട്ടണം. അടുത്തതാണ് നമ്മുടെ സ്റ്റാർ ഒന്ന്, അതായത് ഇതാ മിക്സ് മസാല, അതായത് നമ്മുടെ വറുത്ത മല്ലി. അപ്പം ഇത് കൂടി ഇതിൽ ചേരുമ്പോഴാണ് ഇത് ശരിക്കും ഒരു മസാലേനെ കൂട്ടായിട്ട് കാണുന്നത്. ഇത് ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചില്ല. ഞാൻ ഇതെല്ലാം കൂട്ടി ഒന്ന് യോജിപ്പിച്ചിട്ട് വെള്ളം ഒഴിക്കുകയുള്ളൂ. ആവശ്യത്തിന് വെള്ളം നമുക്ക് നോക്കിയിട്ട്, അതുപോലെ ഉപ്പും നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട്, ഉപ്പിപ്പോൾ ഇടുന്നില്ല, അത് ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഇടുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ മസാലയെല്ലാം കൂട്ടിയിട്ട് യോജിപ്പിച്ചിട്ട് വേണം ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം കൂടുതലായിട്ട് ഒഴിക്കാൻ പാടില്ല, ഒരു മിതമായിട്ട് ഉപയോഗിക്കണം. കാരണം എന്താ, ഇത് കുറുകി വരാനുള്ളത്. അപ്പം എന്നാൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മളിത് കുറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എന്നാൽ വെള്ളം നോക്കിയിട്ട് കുറേ അധികം ഒഴിക്കരുത്, ഒരു മിതമായിട്ട് ഒഴിക്കുക. ഇതെല്ലാം ഈ മസാലയ്ക്ക് കണക്കായി. ഓക്കെ, അതിന് നമ്മൾ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള മില്ലിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിപ്പം കണ്ടല്ലേ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി വന്നല്ലേ. നമ്മൾ ആദ്യം ചുവപ്പ് കണ്ടു, മഞ്ഞ കണ്ടു, പിന്നെ ഒരു സ്ലേറ്റ് കളർ മാതിരിയായി. ഇപ്പോഴിതാ ശരിക്കും ഒരു ബ്രൗണിഷ് കളറായി. ഒരു മസാലയുടെ ഒരു ലുക്കായിട്ടില്ലേ ഇതുണ്ടോ. ഇപ്പം ഞാനിതിനെ കൂട്ടി യോജിപ്പിക്കാതല്ലോ. ഇനിയാണ് ഞാൻ വെള്ളമൊഴിക്കാൻ പോകുന്നത്. അടുത്ത നമ്മൾ എടുത്തു വെച്ച പിന്നെ പുളി ഉണ്ടായിരുന്നു. പുളി നമ്മൾ കുതിർത്തി വെച്ചായിരുന്നു. അപ്പോൾ ആ പുളീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുളിവെള്ളത്തിന് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്.
നല്ലോണം പിഴിഞ്ഞിട്ട് മാക്സിമം നമ്മൾ പിഴിഞ്ഞെടുക്കുക. അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ പ്രത്യേകം പറയാം. കൂടുതലായി കഴിഞ്ഞാൽ പുളിപ്പ് വരും. കാരണം ഓൾറെഡി തക്കാളി ഉള്ളതാണ്. അപ്പോൾ തക്കാളി ഉണ്ടാകുമ്പോൾ പുളി കൂടുതലാകുമ്പോൾ അത് പുളിയാണ് കൂടുതൽ അത് ഉയരത്തിൽ നിൽക്കുക. അപ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് വേണം നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ആണ്. അപ്പം നമ്മുടെ ക്രാബ്, നമ്മുടെ ഞണ്ട്, അപ്പോൾ അദ്ദേഹത്തിനൊന്ന് ഇതിലേക്ക് കൊണ്ടുവിടണം. അപ്പോൾ അയാൾ വെയിറ്റിങ്ങിലാണല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഞണ്ടിനെ തിളച്ചപ്പോഴുണ്ട് ഇതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നാലാണ് ഇദ്ദേഹത്തിൻ്റെ മേലെ എല്ലാ മസാലകളും പിടിക്കും. അപ്പോൾ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് കുറുകി വരണം. കുറുകിയാലാണ് ഇതിന് ടേസ്റ്റ് കൂടുക. വെള്ളം മാതിരി ആകുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മൾ കഴിക്കാനൊരു സുഖം ഉണ്ടാകും. മസാല എന്ന് പറയുന്നത് കുറച്ച് കൊഴുപ്പോട് കൂടിയിട്ട്, കട്ടിയോട് കൂടിയിട്ട്, കൊഴുപ്പെന്ന് പറഞ്ഞാൽ കട്ടിയോട് കൂടിയിട്ട് കഴിക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇതിപ്പോൾ വെള്ളമുണ്ട് ഇതിൽ. ഇത് കുറുകട്ടെ. കുറച്ച് സമയം നമുക്ക് കാത്തു നിൽക്കാം. ഓക്കെ, അപ്പോഴേ നമ്മുടെ ക്രാബ് മസാല, അതായത് ഞണ്ട് മസാല ഇതൊക്കെ കണ്ടോ ശരിക്കും നല്ല കുറുകിയിട്ട് നല്ല കുഴമ്പിൻ്റെ രൂപത്തിലായി കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോഴാണ് നമ്മൾ ഒന്ന് സ്ലിമ്മിൽ കുറച്ച് സമയം കൂടി ഇടാം. അപ്പം വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മസാല നിങ്ങൾ കുത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പുളിയെടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ, ഇത് രണ്ടും കൂടി ആകുമ്പോൾ ആ മസാലേൻ്റെ കുത്തം ഒഴിക്കും. അപ്പം ഞാൻ ഓൾറെഡി ആ പുളി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നേരത്തെ കണ്ട പുളി മാത്രമേ പിന്നെ ഒന്നും ഉപയോഗിച്ചില്ല. ഇതാണ് ഇപ്പം കുറിയൊന്നുണ്ടല്ലേ, ഞണ്ടൊക്കെ പുറത്ത് വന്നു. അപ്പം അത്രയും നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലേ, ഇങ്ങനൊരു തിക്നെസ് കിട്ടുന്ന സമയത്താണ് ഇതിനെ നമ്മൾ ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി അടുത്ത വറ്റൽ മുളകിനെ നമ്മളൊന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഇടണം. ഓക്കെ, അപ്പോഴേ നമ്മൾ ഇനി വറ്റൽ മുളകിനെ ഒന്ന് വഴറ്റി, അത് മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ കരിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇടണം. കരിവേപ്പില ഇട്ടിട്ട് മൊത്തത്തിൽ നമ്മളൊന്ന് താളിക്കുക. അങ്ങനെ നമ്മൾ മുളക്, ഇങ്ങനെ കരിവേപ്പില മൊത്തം താളിച്ച് ഇതിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുണ്ട്. ഇപ്പോഴും ഇത് ഭയങ്കരമായിട്ട് കട്ടിയായി. ഇതാണ് നമ്മുടെ ഞണ്ട് മസാല. ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയകൾ ഉണ്ടാവായിരിക്കാം. പക്ഷേങ്കിൽ ഇതിൽ വേറെ കാര്യം എന്താ പറഞ്ഞാൽ ഞണ്ടിനെ തന്നെ നമ്മൾ ഈ ക്രാബിനെ രണ്ട് തരത്തിൽ ചെയ്യും. ഒന്ന് പച്ചയ്ക്ക് തന്നെ അതിനെ പൊളിച്ചിട്ട് ക്ലീനാക്കിയിട്ട് ചെയ്യും. ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഞണ്ടിനെ പുറന്തോടോട് കൂടിയിട്ട് എന്തിനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ മഞ്ഞളിൻ്റെ വെള്ളത്തിൽ നിന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തോട് ക്ലീൻ ചെയ്തിട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനെ പച്ചക്ക് ക്ലീനാക്കിയിട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഞങ്ങളുടെ ഞണ്ട് മസാല റെഡിയായി. ക്രാബ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറിനോടും കൂട്ടാം, ചപ്പാത്തി, ബ്രെഡ്, ഇതിന് ഒരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാവുന്നൊരു സാധനമാണ് ഈ ക്രാബ് മസാല. അപ്പോൾ ഇന്ന് ഇത് എൻ്റെ മോന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ കുറേ കാലമായി ഇത് കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് ബഹറിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അത് അധികം എന്ന് പറയാൻ വ്യാഴാഴ്ച എടുക്കാം. ലീവ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്ന് പറയാം അന്ന് സമയം എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വ്യാഴം വെള്ളിയുള്ള ദിവസങ്ങളിലാണ് ഞാനിത് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കുകയും. അപ്പം ഇതാണ്ടില്ലേ നല്ല നല്ല കൊഴുപ്പ് കണ്ട, ഇത് കണ്ട നല്ല കട്ടിയായി കറി, നല്ല മസാല എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായി എല്ലാത്തിനുണ്ട്, നല്ലോണം ചേർന്നിട്ടുണ്ട്. പണിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ വിടാം.